UDF എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ജനാധിപത്യ രാഷ്ട്രീയ സഭാ നേതാവ് CK ജാനു. UDF ചേരണം എന്നതായിരുന്നു പാർട്ടിയിലെ പൊതുവികാരം. എന്നാൽ NDAയിൽ നിന്ന് ലഭിച്ചത് അവഗണനയാണ്. നിലവിൽ സീറ്റ് ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നും CK ജാനു. UDF ഒരു ജനാധിപത്യ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ ആളുകളെയും അതിന്റെ ഒപ്പം നിർത്തുന്ന ഒരു ജനാധിപത്യ സമീപനം UDFന് ശരിക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ജനാധിപത്യ സമീപനത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യരാശിയുടെ തന്നെ ഒരു നിലപാട്. ആ ഒരു നിലപാട് അനുസരിച്ച് ഇപ്പോ ഞങ്ങളുടെ JRP ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ വളരെ നീണ്ട കാലത്തുള്ള ചർച്ച ഞങ്ങളുടെ ഇടയിൽ തന്നെ തമ്മിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തമ്മിൽ നടന്നതിൽ എല്ലാവരുടെ ഒരു ഏക അഭിപ്രായം എന്നുള്ള നിലയിൽ ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കുക, ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഒപ്പം നിൽക്കുക, അതിലൂടെ ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ സാധ്യമാവുള്ളൂ. ഈ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം വെച്ച് നോക്കിയാലും അതാണ് ഒരു ശരി എന്നുള്ള നിലയിലാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. UDFൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവർ ഇപ്പോൾ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത്. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായി സഹകരിക്കും. നമ്മളവരെ പ്രത്യേകമായി ക്ഷണിക്കും. സിജോ വർഗീസ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സിജോ വർഗീസ്, ഇന്നത്തെ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ PV അൻവറിനെയും CK ജാനുവിനെയും UDFന്റെ ഭാഗമാക്കാനാണ് തീരുമാനിച്ചത്. ഒപ്പം വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും UDFൽ അസോസിയേറ്റ് അംഗത്വം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത് അങ്ങനൊരു അപേക്ഷ താൻ നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് എടുത്ത യോഗ തീരുമാനങ്ങളിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ. അജി, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം നടന്ന ആദ്യ UDF നേതൃയോഗമാണ് കൊച്ചിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പൾസ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലനിർത്താനുള്ള ഒരു കർമ്മ പദ്ധതികൾ പ്രത്യേകിച്ച് UDF നേതൃയോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വൈകാതെ തന്നെ തുടങ്ങും. ജനുവരിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും എന്ന് തന്നെയാണ് UDF നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ കാണാത്ത രീതിയിൽ കേരള യാത്ര അത് സംഘടിപ്പിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ യാത്ര പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലായിരിക്കും സംഘടിപ്പിക്കുക. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണമായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒപ്പം തന്നെ മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. 3 പാർട്ടികൾ, അതായത് കേരള കാമരാജ് കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, JRP പാർട്ടികൾ UDFന്റെ ഭാഗമാകും. അസോസിയേറ്റായി അവർ UDFൽ ഉണ്ടാകും. UDFന്റെ യോഗത്തിൽ അവർക്ക് പ്രതിനിധികളെ അയക്കാൻ സാധിക്കും. UDF ഘടകകക്ഷിയാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം വൈകാതെ തന്നെ അത് കൂടിയാലോചനയോടുകൂടി അവരുടെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മറ്റൊന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു കേരള കോൺഗ്രസ് CM ജോസ് കെ മാണിയുടെ വരവ്. എന്നാൽ ജോസ് കെ മാണിയുടെ വരവ് അത് ഉണ്ടാകില്ല എന്ന ഒരു സൂചന ആദ്യഘട്ടത്തിൽ തന്നെ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് നൽകിയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ തന്നെ അടിത്തറ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ജോസ് കെ മാണിയുടേത്. ആ വരവിൽ അത്രമാത്രം പ്രസക്തി പോലും ഇല്ല. ആ കാര്യം ആഗ്രഹിക്കുന്നില്ല, ചർച്ചയാകില്ല, അതിന് നിശ്ചിതമായി എതിർക്കുന്നു എന്നുള്ള ഒരു സൂചന PJ ജോസഫ് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്നൊരു വിജയം UDFന് ഉണ്ടാകാനായി. അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില മറ്റൊരു വിധത്തിലുള്ള നീക്കുപോക്കുകൾക്ക് ഇടവരുത്തില്ല. ചില നിർദ്ദേശങ്ങളും UDF നേതൃത്വം നൽകിയിട്ടുണ്ട്. അതായത് CPMമായോ BJPയുമായോ പ്രാദേശിക തലത്തിൽ യാതൊരുവിധ കൂട്ടുമുന്നണികൾക്കോ അല്ലെങ്കിൽ അതിലൊരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം നടത്താൻ സാധിക്കില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശ്രമവും അംഗീകരിക്കില്ല. വൈകാതെ തന്നെ ഈ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത ഒരു യോഗം കൂടിയായിരുന്നു. തദ്ദേശ